ഇവരാദ്യം കൊണ്ടുപോയി. അല്ല ഗായ്സ്, നമ്മളങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് വന്നിരിക്കുന്നത്. വീണ്ടും എവിടെയെന്ന് അറിയില്ല, ഏതോ മലയുടെ പൊക്കത്താണ് ഇപ്പൊ. നമ്മളൊരു സൂര്യോദയം കാണാൻ വേണ്ടി കണ്ട മലയിലേക്ക് കയറി പോവുകയാണ്. വഴി വേണം, കാട്ടിക്കൂടി പോ. അവിടെ കയറി കഴിഞ്ഞാൽ കറക്റ്റ് അതേരാ മറ്റേ സൺറൈസ് കിട്ടും. നിനക്ക് മാത്രമേ ഉള്ളു. അണ്ണം പുറകെ ഉണ്ടോ? തീ ഇട്ടതായിരിക്കോ, കാട്ടു തീ ആയതായിരിക്കും. തെന്നുണ്ട് കേട്ടാ, കരിങ്കി. നമ്മളെണ്ണം പുറകെ ഉണ്ട് നമ്മുടെ ഇവിടെ. തെന്നിക്കഴിഞ്ഞാൽ താഴെ ചെല്ലുള്ളേ. അമ്പാടിയും അടുത്തിട്ട് തിരിച്ചു പോയി. നമ്മൾ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. കുറച്ചുകൂടിയേ ഉള്ളൂ. ഒറ്റക്ക് പോയാ മതി. നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകാം? ഒഴിച്ചിട്ടേക്കാം സ്ഥലം പോയിട്ട് പോവാ. നമുക്ക് ആനയുടെ സൗണ്ട് ഇപ്പൊ റിയൽ ആയിട്ട് കേട്ട്, കഴിഞ്ഞ വീഡിയോയിലെ പോലെ അല്ല. അവൻ നമ്മളെ കൊണ്ട് പോവാണ്. ആനയുടെ മൂട്ടിലോട്ടാ കൊണ്ടുപോകുന്നെന്ന് തോന്നുന്നു. അവനാണ് നമ്മുടെ ഇന്നത്തെ വഴി കാട്ടി. സ്വർഗം എത്ര സുന്ദരമാണ്. നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. ഇവിടെ ഒരു പുലിത്തല, മീശപ്പുലി മല പോലത്തെ ഒരു പല കണ്ടിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അവിടെ വാ, കണ്ണ്, മൂക്ക്, എക്സാക്റ്റ് അല്ലേ, കറക്റ്റ് അല്ലേ? പക്ഷെ ഇവിടുത്തെ വ്യൂ കൊള്ളാം. ഇവനാണ് നമ്മുടെ വഴികാട്ടി. ഇവനാണ് ഇവിടെ നമ്മളെ എത്തിച്ചതെന്ന്. ഇവൻ എല്ലാവരുടെയും നമ്മൾ ചിലപ്പോ ഇവിടെ കേറത്തില്ലായിരുന്നു. എന്താ വ്യൂ. നമ്മുടെ ടീമാണോ വരുന്നത്? എങ്ങനെ കേറിയ അടിപൊളിയാണല്ലേ പാറ. ടോപ്പെത്തിയോ? പള്ളിക്കൂടെ മേടിക്കണേ കേട്ടു പോര്. പയ്യെ പോളാ. എന്നെ മേത്തൊന്നും പിടിക്കല്ലേ. പോളേ കൊള്ള എടുത്ത് ഒറ്റ താഴ്ചയാണോ? ഇവിടെ ഫുൾ ഇങ്ങനെ കാട്ടുതീ പിടിക്കുന്ന ഏരിയ തോന്നുന്നു. എല്ലാ മരവും ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ടേ ഇതൊക്കെ കത്തി നിൽക്കുകയാണ്. കുറേ കത്തി താഴെ കിടപ്പുണ്ട്. അവിടെ പിള്ളേ പോണേ കൊള്ളാം. തിരിച്ചു വന്നെ ഫയർഫോഴ്സിനെ വിളിച്ചെന്നാ അവരെത്താനായിട്ട് 4 മണിക്കൂറത്ത്. കൊഞ്ചം കാലം തണ്ടിപ്പാറില്ലേ കോഴി പച്ചക്കോട്. സോറി സഹോദര, ഇറങ്ങി വരൂ. ഗോപാല അതിന്റെ ഇടയിൽ നിന്ന് ആസനം തല്ലി വീഴുന്നതിനൊക്കെ തന്നെ ഇറങ്ങി വരുന്നതാ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലെത്തിയിരിക്കുകയാണ്. പോണ വഴി ഫോറസ്റ്റ് ഓഫീസിൽ അടിച്ചിട്ടുണ്ട്. ഇവരാദ്യം കൊണ്ടുപോയി. ഞങ്ങള് എല്ലാം കണ്ടു. പക്ഷേ എന്തായാലും എല്ലാവർക്കും ഫൈൻ അടിച്ചിട്ടുണ്ട്, പിടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനും അടിച്ചിട്ട് എല്ലാരും വന്ന് കിടക്കുന്ന കിടപ്പാണ്. അതാണ് ഫോറസ്റ്റ് ഓഫീസ്. അങ്ങനെ എൻഡ് ഓഫ് ദ ഡേ മൊത്തത്തിലെല്ലാം അവസാനിച്ചു. കാഴ്ച കണ്ടു, മനോഹരമായ കാഴ്ചകൾ, തെച്ച് കിട്ടി, കുഴപ്പമൊന്നുമില്ല.
നമുക്ക് സ്റ്റേ തന്നവർ അവർ പറഞ്ഞിട്ടില്ല നമ്മുടെ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്.